ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 273-ാം ദിവസം സൂറത്തുൽ ബഖറ 267. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. അല്ലയോ സത്യവിശ്വാസികളായവരെ, നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നല്ലതിൽ നിന്നും ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുള്ളതിൽ നിന്നും ദൈവിക മാർഗത്തിൽ ചെലവഴിക്കുവിൻ. ആ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി ചീത്തയായത് തെരഞ്ഞു വെക്കരുത്. നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ വിമ്മിഷ്ടത്തോടെയല്ലാതെ നിങ്ങളത് സ്വീകരിക്കുകയില്ലല്ലോ. നന്നായി അറിഞ്ഞിരിക്കുവിൻ, നിശ്ചയമായും അള്ളാഹു തികഞ്ഞ സ്വയം പര്യാപ്തനും സൽഗുണ സമ്പൂർണനുമത്രേ. ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന അഭിസംബോധന, അള്ളാഹു തന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ലഭിക്കുന്ന സുഖം. അല്ലയോ വിശ്വസിച്ചവരെ എന്ന്. നല്ലത് ചെലവഴിക്കാനാണിവിടെ കൽപ്പന. ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ചെലവഴിക്കുമ്പോഴുണ്ടാവേണ്ട ഉദ്ദേശത്തെക്കുറിച്ചും ഉദ്ദേശശുദ്ധിയുടെ അഭാവത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെപ്പറ്റിയും പറഞ്ഞു. ഇവിടെ പറയുന്നത് ചെലവഴിക്കുന്ന വസ്തുക്കളെക്കുറിച്ചാണ്, ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ചാണ്. അത് ഏറ്റവും വിശുദ്ധമായ നിലയിൽ സമ്പാദിച്ചവയാവണം. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഏത് വിധേനയും പണമുണ്ടാക്കി അതിൽ നിന്ന് അല്പം ദാനം ചെയ്ത് ബഹുമാന്യനാവുക, ഇത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നല്ലവനാണ് അള്ളാഹു, അവൻ നല്ലതേ സ്വീകരിക്കൂ. നല്ല മാർഗത്തിൽ സമ്പാദിച്ചവയാവണം എന്നതോടൊപ്പം നൽകുന്ന വസ്തുവും ഏറ്റവും നല്ലതാവണം. സ്വന്തത്തിന് മടുപ്പുള്ളതും സ്വന്തത്തിന് ഇഷ്ടമില്ലാത്തതും മറ്റുള്ളവർക്ക് നൽകുകയല്ല വേണ്ടത്. തനിക്ക് ഏറെ പ്രിയങ്കരമായത്, കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് നൽകാനായി മാറ്റിവെക്കണം. മാലിന്യക്കൊട്ടയിലെറിയാനുള്ളത് നൽകിയാൽ അത് മാലിന്യക്കൊട്ടയിലേ എത്തുകയുള്ളൂ. ഏറ്റവും പ്രിയങ്കരമായത് നിക്ഷേപിക്കുന്ന അത് നൽകിയാലേ ഏറ്റവും മുന്തിയ സ്വർഗത്തിലേക്ക് ആ സമ്പാദ്യം പ്രയോജനപ്പെടുകയുള്ളൂ. ഒന്നറിയുക, നൽകുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും ആവശ്യമുള്ളതിനാലല്ല. അള്ളാഹു സർവൈശ്വര്യവാനാണ്, എല്ലാം തികഞ്ഞവനാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.